കേരളം കാത്തിരിക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. കാരണം 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൗസ് സർജൻ കൂടിയായിട്ടുള്ള വന്ദന ദാസ് കൊലപ്പെടുന്നത്. സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണ്. അതായത് ഈ സന്ദീപിനെ വീടിന് സമീപത്ത് വെച്ച് ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിക്കുന്നു എന്ന് സന്ദീപ് തന്നെ പോലീസ് അറിയിക്കുന്നു. പിന്നീട് തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തുകയും സന്ദീപിനെ കസ്റ്റഡി എടുക്കുകയും സന്ദീപിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ സന്ദീപിനെ ശുശ്രൂഷിക്കുന്നതിനിടെയാണ് സന്ദീപ് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ഡോക്ടർ വന്ദന ദാസിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയിലും ഇവർ വാദിക്കുന്നത്. അതായത് ഒരു വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി വൈദ്യസഹായം നൽകിക്കൊണ്ടിരുന്ന ഒരു യുവ ഡോക്ടറിനെയാണ് ഈ പ്രതി യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിഭാഗം പറയുന്നത് നേരത്തെ തന്നെ മറ്റൊരു ക്രിമിനൽ കേസിൽ പെട്ടയാളല്ല, അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമില്ല, പെട്ടെന്നുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി കാരണമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിഭാഗം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാദപ്രതിവാദത്തിനിടെ പ്രതി കോടതിയോട് ചോദിച്ചതും തനിക്ക് എന്തെങ്കിലും പശ്ചാത്താപം അല്ലെങ്കിൽ പ്രായച്ചിത്തം ചെയ്യാൻ ഇനിയെങ്കിലും വഴിയുണ്ടോ എന്ന് കോടതിയോട് ചോദിക്കുകയുണ്ടായി. എങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമല്ല, പെട്ടെന്നുണ്ടായ ഒരു മാനസിക വിഭ്രാന്തി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയിൽ ഇളവ് ലഭിക്കണം, പ്രായമായ ഒരു അമ്മ ഉണ്ട് എന്നാണ് പ്രതി വാദിച്ചത്. പക്ഷേ കോടതിയുടെ നിരീക്ഷണവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വാദവും എന്ന് പറയുന്നത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. കാരണം ഒരു ആശുപത്രിയിൽ വൈദ്യസഹായത്തിന് വേണ്ടി എത്തിയ ഒരാളെ അതിൽ വൈദ്യസഹായം നൽകുന്നതിനിടെയാണ് പ്രതി യാതൊരുവിധ പ്രകോപനമില്ലാതെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. എന്തായാലും കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന ശിക്ഷാവിധി ഇന്ന് രാവിലെയോടുകൂടി തന്നെ 10 മണിക്ക് തന്നെ കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.